ലാറ്റിൻ അമേരിക്കയിൽ യുദ്ധസമാനമായ സാഹചര്യം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റിന് പിന്നാലെ നിക്കോളാസ് മഡൂറോയെ അമേരിക്കയിലെ യുദ്ധ കുറ്റവാളികളുടെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് വെനസ്വേലയിൽ ഇപ്പോൾ വീണ്ടും സൈനിക നടപടികൾക്കുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. മഡൂറോയുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള പിൻഗാമിയായിട്ടുള്ള ഹാർട്ട് ലൈൻ സോഷ്യലിസ്റ്റ് നേതാവ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചു. മഡൂറോയുടെ പിൻഗാമിയായി അധികാരം ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന വ്യക്തിയാണ് ഡെൽസി റോഡ്രിഗസ്. ഏത് സാഹചര്യത്തിലും വെനസ്വേല അമേരിക്കയുടെ ഭരണത്തിന് കീഴിൽ വരില്ല എന്നും അമേരിക്കയുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ വെനസ്വേലയുടെ സൈന്യം സുസജ്ജമാണെന്നും റോഡ്രിഗസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യക്തമാക്കി. എന്തായാലും അമേരിക്ക വെനസ്വേലയിൽ നടത്തിയത് ഒരു കടന്നുകയറ്റമല്ലെന്നും ഒരു സാധാരണ ഓപ്പറേഷൻ മാത്രമാണെന്നുമാണ് മാർക്കോ റൂബിയോ, അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്നുകളും മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും കടത്തിയതിൻ്റെ പേരിൽ യുദ്ധ കുറ്റവാളിയായി അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് മാറ്റി. ഇന്ന് കോടതി ഈ മഡൂറോയുടെ കേസ് പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് വെനസ്വേലയിൽ നടത്തിയ ഒരു അതിസുരക്ഷിതമായിട്ടുള്ള ഓപ്പറേഷനിൽ അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിടികൂടി അമേരിക്കയിലേക്ക് എത്തിച്ചത്. ഈ ആക്രമണം പെട്ടെന്ന് നടത്തിയതല്ലെന്നും മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾക്കും മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും ഒടുവിലാണ് അമേരിക്ക ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തിയതെന്നാണ് അമേരിക്കൻ സേന നൽകുന്ന സുപ്രധാനമായ വിവരം. കഴിഞ്ഞ ദിവസം പുലർച്ചെ വെനസ്വേലയിലെ റോഡ്രിഗസ് താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് ഇരമ്പിക്കയറിയ സൈന്യം കണ്ടത് ഒരു അതീവ സുരക്ഷാ മുറിയിലേക്ക് കടക്കാനായി അവസാന ശ്രമങ്ങൾ നടത്തുന്ന മഡൂറോയെയും അംഗരക്ഷകരെയുമായിരുന്നു. ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ആ അതീവ സുരക്ഷാ മുറിയിലേക്ക് മഡൂറോയെയും ഭാര്യയെയും ഏറ്റവും പ്രധാനപ്പെട്ട അംഗരക്ഷകരും കടക്കുമായിരുന്നു. എന്നാൽ അവരെ പിടികൂടുക അമേരിക്കൻ സൈന്യത്തിന് പിന്നെ ഒരിക്കലും സാധ്യമാകുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ ആ അതീവ സുരക്ഷാ സംവിധാനമുള്ള മുറിയിലേക്ക് കടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ വലയിലേക്ക് നിക്കോളാസ് മഡൂറോയും ഭാര്യയും കൂട്ടരും പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിന് പിന്നാലെയാണ് പ്രത്യേക സൈനിക വിമാനത്തിൽ മഡൂറോയെയും കുടുംബാംഗങ്ങളെയും അംഗരക്ഷകരെയും അമേരിക്കയിലേക്ക് എത്തിച്ചതും പിന്നീട് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചതും. ഇന്ന് അമേരിക്കയുടെ ഫെഡറൽ കോടതി മഡൂറോയുടെ കേസ് പരിഗണിക്കുകയാണ്. യുദ്ധക്കുറ്റവാളിയായിട്ടാണ് മഡൂറോയെ ഇപ്പോൾ അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിവരം. അതേസമയം തന്നെ ലോകത്തെ ഏറ്റവും എണ്ണ സമ്പന്നമായ വെനസ്വേലയുടെ ഭരണത്തിന്മേൽ ഇനി മറ്റൊരു രാജ്യത്തിനും നിയന്ത്രണമുണ്ടാകില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇനി വെനസ്വേലയുടെ ഭരണം നടപ്പാക്കുക. പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെനസ്വേലയിലെ രാഷ്ട്രീയ പാർട്ടിക്കോ വെനസ്വേലയുടെ ഭരണത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. ചൈനയോ റഷ്യയോ വെനസ്വേലയുടെ എണ്ണ ഖനനത്തിന് മേൽ, എണ്ണ ഉൽപാദനത്തിന് മേൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ പോകുന്നില്ല. അത് പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തന്നെയാകും. എണ്ണ കമ്പനികളും എണ്ണയുമായി പോകുന്ന എല്ലാ കപ്പലുകളും ഒക്കെ തന്നെ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിനെ പൂർണ്ണമായി കൈക്കലാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. പടക്കപ്പലുകൾ, അമേരിക്കയുടെ ഡസൻ കണക്കിന് പടക്കപ്പലുകൾ ഇതിനകം തന്നെ വെനസ്വേലൻ തീരത്ത് അടിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് പൂർണ്ണമായി കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം വെനസ്വേലയിലേക്ക് അമേരിക്ക നടത്തിയത് എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റോടുകൂടി തന്നെ ആകെ ഭയചകിതരായിരിക്കുകയാണ്
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടുത്തത് ഏതാണ്? അടുത്ത് ഗ്രീൻലാൻഡാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ സൈനിക നടപടി ഉടനുണ്ടാകുമെന്നുള്ള ചില സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗം അടിയന്തരമായി വിളിക്കണമെന്നാണ് ഇപ്പോൾ വെനിസ്വേലയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം വെനിസ്വേലയുടെ നിയന്ത്രണം ഇനി ലോകത്ത് മറ്റൊരു രാജ്യത്തിന് വിട്ടു നൽകില്ലെന്നും വെനിസ്വേല പൂർണ്ണമായും അമേരിക്കയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്.